ആഹാ, അപ്പനും മോനും വന്നല്ലോ. ഇനി ചടങ്ങ് തുടങ്ങിക്കോ. ഡാ കമത്തെ, ബ്ലേഡേ, ഞങ്ങള് നല്ല നില കഴിഞ്ഞിരുന്ന ആളുകളാ. ഇപ്പൊ കുറച്ച് ചീത്തക്കാലമാണെന്നേ ഉള്ളൂ. എന്റെ മാർത്ത സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോ നീ പൈസ തന്ന് സഹായിച്ചു. അത് ദാനമൊന്നും അല്ലല്ലോ, കൊള്ളപ്പലിശക്കല്ലേ. ബാങ്കിൽ ബോട്ടിന്റെ ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോ നീ പൈസ തന്ന് സഹായിച്ചു. അതും ദാനമൊന്നും അല്ലല്ലോ. മതിയെങ്കിൽ മതി. ഞാൻ മാർത്തെ കണ്ടേച്ചു വരാം. മോനെ ഫ്രെഡി, നിനക്ക് ഈ തന്തപ്പിടിനെ ഒന്നും നന്നാക്കാൻ നോക്കിക്കൂടെ? ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പന്നേ? കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ കുഴപ്പന്നേ? കുഴപ്പമൊന്നുമില്ലടോ. കുഴപ്പമൊന്നുമില്ലേ? പിന്നെ എനിക്ക് என்னம்மா இது அப்படி சொன்னா எப்படி? 15க்கு தானே ஷூட்டிங் வச்சிருக்கு, 25க்கு வரணும் வரஞ்சா எப்படி? நீங்க எனக்கு ரொம்ப வேண்டப்பட்டவர், அது எல்லாருக்கும் தெரியுமே. ஹீரோயினா ஆனா அப்படின்னா அப்படி. நீங்க இல்லாம நான் படம் எடுக்க மாட்டேன், தெரியுமே. 25னா 25. அப்போ எப்போ காணாம். ഓക്കെ ഓക്കെ, ശരി ശരി. പടം എടുപ്പൊക്കെ നിർത്തി വല്ല റബ്ബർ കച്ചവടം തുടങ്ങിയാൽ എന്തെന്ന് ആലോചിക്കുക. എന്താ പ്രൊഡക്ഷന്റെ ഒരു ചെലവ്. അതിനിടയിലായി ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങള്, മറ്റ് ചോട്ടാ ചോട്ടാ പ്രശ്നങ്ങളോ പ്രശ്നങ്ങളാ. അതെ അതെ, എന്റെ പിയാനോയുടെ കാര്യം അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഥയാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടിയാണ് തന്നോട് പിയാനോയ്ക്ക് പറഞ്ഞത്. അപ്പൊ വരുന്നു 2-3 പടങ്ങള്, എല്ലാം മ്യൂസിക്കൽ സബ്ജക്ട്സ്. പടക്കം പൊട്ടുന്ന മാതിരിയല്ലേ പൊട്ടിയത്. അതുകൊണ്ട് ഹീറോയുടെ പ്രൊഫഷൻ ഞങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തി. ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് മാറ്റി ആരാച്ചാരാക്കി. സെന്റിമെന്റ്സ് കിട്ടും. സ്വന്തം മകന്റെ കഴുത്തിൽ കൊലക്കയറിടേണ്ടി വന്ന ആരാച്ചാർ, അയാളുടെ കഥന കഥ. ആരാച്ചാരാണെങ്കിലും അയാൾക്ക് പിയാനോ വായിക്കാമല്ലോ. വായിക്കാം, പക്ഷേ വയലിൻ മതിയെന്നാ ഡയറക്ടർ പറഞ്ഞത്. അപ്പോ പിയാനോ? സോറി, തൽക്കാലം എനിക്ക് വേണ്ട. ഇതാണെങ്കിൽ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എന്നെ 5-6 പ്രാവശ്യമായിട്ട് നടത്തുകയാണല്ലോ. താൻ പറഞ്ഞോണ്ടല്ലേ പിയാനോ വായിച്ചത്? ഈ ആരാച്ചാര് സെന്റിമെന്റ്, എന്റെ ആരാച്ചാര് സെന്റിമെന്റ്. ഞങ്ങൾ ഈ സബ്ജക്റ്റിന്റെ താൻ എന്നെ ആരാച്ചാരാക്കരുത്. ആരാച്ചാർ